ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ 10 മണിച്ചെടീൻ്റെ കെയർ ഇതുപോലെ എങ്ങനെ നല്ലോണം പൂക്കൾ വളർത്തിയെടുക്കാമെന്നൊക്കെയുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലോണം ഒരുപാട് ചെടികളും പൂക്കളും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമ്മളെ ഗാർഡനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് വളർത്താം. മുറ്റത്ത് വളർത്താം, ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്താം, വെർട്ടിക്കൽ ഗാർഡനായിട്ട് വളർത്താം. പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതുകൊണ്ട് തന്നെ ഏത് രീതിയിലും നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഈ 10 മണിച്ചെടി. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പേര് പോലെ തന്നെ ദിവസം ഒരു 9 മണി 10 മണി ആ സമയത്താണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത്. ഒരു 4 മണിക്ക് ആകുമ്പോഴത്തേക്ക് തന്നെ വാടിത്തുടങ്ങും. ഈ ഒരു സമയത്താണ് ഈ പൂക്കൾ നന്നായിട്ട് വിടർന്ന് ഭംഗിയിൽ നിൽക്കുന്നത്. ഒരുപാട് കളറിൽ പല വെറൈറ്റിയിൽ ഈ ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ സിംഗിൾ കളറിലും ഉണ്ട്, അതുതന്നെ മൾട്ടി കളറിലൊക്കെ ഈ പൂക്കൾ വരുന്നുണ്ട്. നമ്മളിത് ഹാങ്ങിങ് ആയിട്ടാണ് അധികവും വളർത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മിനറൽ ബോട്ടിൽ എടുത്തിട്ട് നമ്മളിത് ഹാങ്ങിങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒഴിഞ്ഞ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഇതിൻ്റെ മൂട് ഭാഗം വെട്ടിയിട്ട് അതിൽ കുറച്ച് ഹോളുകളും ഇട്ട് മണ്ണും നിറച്ചിട്ട് ഈ ചെടി നമ്മളിതുപോലെ വെച്ചെടുത്തിട്ട്, ആദ്യം നമ്മൾ മണ്ണ് നിറയ്ക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ചെടി ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. എന്നിട്ട് ഇതുപോലെ നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിവസവും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതായിരിക്കും. സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് ഈ 10 മണിച്ചെടി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതിൽ നിറച്ചുതാ മുട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതിൻ്റെ അറ്റത്തൊക്കെ. അപ്പോൾ ഡെയിലി പൂക്കൾ ഉണ്ടാവും. പിന്നെ പല വെറൈറ്റി കളർ നമ്മൾ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ്ങിൽ തന്നെ പല കളറിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം, 2 കളർ മിക്സായിട്ട് വരുന്നതാണ്. ഇത് നല്ലൊരു മജന്ത ഷെയ്ഡാണ്. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ വേറൊരു 10 മണിച്ചെടിയാണ്. ഇലകളും പൂക്കളൊക്കെ ഒരു വ്യത്യാസമുണ്ട്. സിംഗിൾ ലീവ് ഒരു പെറ്റൽസിൽ വരുന്നൊരു ചെടിയാണ്. ഉണ്ടായി വരുന്ന തണ്ടിൽ പൂവ് മൊത്തമായിട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തണ്ട് വെട്ടി കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ കുറേ പൂക്കളുണ്ട്, പിന്നെ ഇതിലൊക്കെ മുട്ടുകളും ഉണ്ട്. അപ്പോൾ ആ ഒരു പൂവും മുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം വേണമെങ്കിൽ ഈ ഒരു ലെങ്ത്തിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്നും ഇങ്ങനെ ഒരു ബുഷി ആയിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം കട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ പൂവ് ഉണ്ടായി കഴിഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കോട്ട് വെച്ചിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അവിടുന്ന് പുതിയ തണ്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായി വരുന്നതാണ്. അങ്ങനെയാണ് ഈ ചെടീനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നമ്മളെ ചെടി എന്നും ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനൊന്നും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തായിട്ട് കണ്ടോ, ഇത്രയും ഭാഗം വലുതായി വന്ന് ഇപ്പോൾ ഒന്ന് ഈ ഭാഗം വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെടി നല്ല ആരോഗ്യത്തോട് നിൽക്കുകയും ചെയ്യും. എപ്പോഴും പൂക്കളും ഉണ്ടാവും. ഈ ചെടി നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് അല്ലാതെ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. സാധാ പോട്ടിൽ നമുക്ക് അല്ലാതെ നിലത്തും വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ചെറിയ കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു പോട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പല വെറൈറ്റിയിലുള്ള കളറുള്ള 10 മണിച്ചെടി എടുക്കുന്നുണ്ട്. അധികം കട്ടിങ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. 2-3 കളറുണ്ട്. ഒന്ന് വൈറ്റ് കളറ്, പിന്നെ അതുപോലെ തന്നെ പിങ്ക് കളറ്, പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളറുണ്ട്, പിന്നെ മജന്ത ഷെയ്ഡിലുള്ള ഒരു പൂവും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പോട്ട്. ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് ഗാർഡനിങ് സോയിലും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും വളം തന്നെ ധാരാളമാണ്. വളങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ചെടി നല്ല ഭംഗിയോടുകൂടി തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ്. നമ്മളെ കയ്യിൽ ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഓരോന്നായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തണലത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.